പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ മോഡലാണ് നോക്കാൻ പോകുന്നത്. 2019-20 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ മോഡലാണിത്. ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, स्कूल से घर जाते समय साहिल और बेला इस घटना के बारे में बातें करते हैं. സാഹിൽ और बेला के बीच की संभावित बातचीत लिखिए എന്നാണ് ക്വസ്റ്റ്യൻ. ബാത്ചീത്ത് എന്ന് പറഞ്ഞാൽ വാർത്താലാപ്, സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്കാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾക്കിവിടെ ഫസ്റ്റ് തന്നെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ടായിരിക്കും. ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ ആൻസർ ചെയ്യുക. നമുക്ക് നോക്കാം ഈ പാരഗ്രാഫിൽ എന്താണ് തന്നിട്ടുള്ളത് എന്ന്. बेला का मन बहुत खराब हो गया. मार्ट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नजर नहीं मिला पाई. ഇതിന്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ബേലയുടെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ. വളരെയധികം വിഷമത്തിലായി ബേലയുടെ മനസ്സ്. മാഡ്സാബ് ചാഹെ മുജെ പീട്ട് ലെത്തെ. മാസ്റ്റർ ജി എന്നെ അടിച്ചോട്ടെ. മഗർ പക്ഷേ സാഹിൽ കെ സാമനെ നഹി. സാഹിലിന് മുമ്പിൽ വെച്ച് വേണ്ടായിരുന്നു. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी. അവൾക്ക് സാഹിലിന് മുമ്പിൽ ലജ്ജ തോന്നാൻ തുടങ്ങി. ഗുദ് സ്വയം, അവൾക്ക് സ്വയം ലജ്ജ അനുഭവപ്പെട്ടു. ശർമിത ലജ്ജ. ക്യോങ്കി വഹ് ജാൻതി थी कि वह साहिल की नजर में बहुत अच्छी है. എന്തുകൊണ്ടാണ് അവൾക്ക് ലജ്ജ തോന്നിയത്? അവൾ കരുതിയിരുന്നു അവൾ സാഹിലിന്റെ മുമ്പിൽ വളരെ നല്ല കുട്ടിയാണെന്ന്. സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ. അവൾ സാഹിലിന്റെ മുന്നിൽ നല്ല കുട്ടിയായിരുന്നു. ആ നല്ല കുട്ടി എന്ന പദവി അവിടെ നഷ്ടപ്പെടുകയാണല്ലേ സാറിന്റെ അടുത്ത് നടി കിട്ടിയിട്ട്. അതുകൊണ്ടാണ് അവൾ വളരെയധികം ദുഃഖിച്ചത്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. എപ്പോഴാണോ അവൻ അരികിൽ വന്ന് ഇരുന്നത്, ഉസ്സെ അവന്റെ മുഖത്തേക്ക് നോക്കാൻ, നസർ നഹി മിലാ പായി അവന്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് തോന്നിയില്ല. ലജ്ജയായിരുന്നു അവൾക്ക്. അപ്പൊ ഇതിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, അവർ രണ്ടുപേരും ഈ സംഭവത്തിന് ശേഷം സാഹിൽ ഓർ ബേല രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. സ്കൂൾ സേ ഘർ ജാത്തെ സമയം, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ് രണ്ടുപേരും. ആ സമയത്ത് അവരെന്തൊക്കെയാണ് അതിനെക്കുറിച്ച് സംസാരിച്ചത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്കൂ, ഇതിന്റെ ആൻസർ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബാത്ചീത്ത്. സാഹിൽ ചോദിക്കാണ്, ക്യോ പരേശാൻ ഹേ ബേല. നീ എന്താണ് വിഷമത്തിലിരിക്കുന്നത് ബേല? എന്താണ് നിനക്ക് ഇത്ര വിഷമം ബേല എന്ന് ചോദിക്കാണ് സാഹില്. ബേല, ആജ് കി ഘടന മേരെ മൻമേ ചോട്ട് ലഗ. ഇന്നത്തെ സംഭവം എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു എന്ന് ബേല മറുപടി പറയുന്നു. സാഹിൽ, കിതനാ ക്രൂർ ആദത്ത് വാലാ ഹേ ഉനേ. എന്തൊരു ക്രൂര സ്വഭാവമുള്ള ആളാണ് നമ്മുടെ മാത്സിന്റെ സാറ് എന്ന് പറയാണ്. കിതനാ ക്രൂർ ആദത്ത് വാല, എന്തൊരു ക്രൂര സ്വഭാവമുള്ള ആളാണ് അദ്ദേഹം. ബേല, हाँ साहिल, मैंने क्या लिखा था वह गलती नहीं था. അതെ സാഹിൽ, ഞാൻ എന്താണോ എഴുതിയിരുന്നത് അത് തെറ്റായിരുന്നില്ല. സാഹിൽ, फिर उन्हें किसके लिए तुम्हारे बालों में पंजा फंसाया. സാഹിൽ ചോദിക്കാണ്, പിന്നെ എന്തിനാണ് അദ്ദേഹം നിന്റെ മുടിക്ക് കുത്തിപ്പിടിച്ചത്? ബേല, പതാ നഹി, അറിയില്ല. मैं डर गया, ഞാൻ ഭയന്നുപോയി. മേരാ മൻ ഖരാബ് ഹോ ഗയ, എൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചു. ബേല പറയാണ്. സാഹിൽ, മേം ബി ഡർ ഗയ ബേല, ഞാനും ഭയന്നുപോയി ബേല. ബേല, മേ ഘർ പഹുഞ്ച് കർ മാം സേ സബ് കഹൂങ്ക. ബേല പറയുന്നു, ഞാൻ വീട്ടിലെത്തിയിട്ട് അമ്മയോട് എല്ലാ കാര്യവും പറയും. സാഹിൽ, ചോട് ദോ ബേല, വിട്ടുകള ബേല. മാസ്റ്റർ ജി ഹെന, മാസ്റ്റർ അല്ലേ, വിട്ടുകള എന്ന് സാഹിൽ പറയുന്നു. ബേല, ടീക്ക് ഹം ചലേ, ശരി നമുക്ക് നടക്കാം.
എന്ന് പറഞ്ഞിട്ട് ഈ വാർത്താലാപം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മോഡലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഒരു അടുത്ത ക്വസ്റ്റ്യൻ അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ നോക്കാം. ബേലാക്കി ഡയറി അതിലൊരു ക്വസ്റ്റ്യൻ കൂടെ വന്നിട്ടുള്ളത്. അതിലുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതാ सुरेंद्र माड साहब के व्यवहार से बेला का मन बहुत खराब हो गया था. शाम को बेला स्कूल से घर वापस आते हैं. वह अपना अनुभव डायरी में लिखते हैं. बेला की संभावित डायറി लिखिए. അതാണ് ക്വസ്റ്റ്യൻ. സുരേന്ദർ മാസ്റ്റർ ജിയുടെ സ്വഭാവം, ആ സ്വഭാവമൊക്കെ ബേലാക്ക മൻ ബഹുത്ത് ഖരാബ് ഹോ ഗയ, ബേലയുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചു. വൈകുന്നേരം ബേല സ്കൂളിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി. അവളുടെ അനുഭവം ഡയറിയിൽ എഴുതുന്നു. ആ ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ബേലാക്കി ഡയറി, ബേലയുടെ ഡയറി. പിന്നീട് നിങ്ങൾ ഡേറ്റ് എഴുതണം. മാസം വേണം, ഡേറ്റ് വേണം, വർഷം വേണം. ഇത് മൂന്നും നിർബന്ധമാണ്. ഡേറ്റും മാസവും വർഷവും കൊടുക്കണം. പിന്നീട് ഏതാണോ ദിവസം കൊടുക്കണം. അതായത് ദിനാങ്കാണ് ഡയറിക്ക് വേണ്ടത്. ദിനാങ്ക് ദിവസവും, അതുപോലെ തന്നെ ഡേറ്റും. ദിവസം ഏതെങ്കിലും ഒരു ദിവസം വെക്കുക. സോമവാർ, രവിവാർ, മംഗൾവാർ. നിങ്ങൾ ഒരു എന്താണ് പറയുക, ദിവസം ഇവിടെ കൊടുക്കുക. സോമവാറാണോ മംഗൾവാറാണോ ഏതെങ്കിലും ദിവസം കൊടുക്കുക. സ്കൂളിലെ ദിവസമാണെങ്കിൽ വർക്കിംഗ് ഡേ തന്നെ കൊടുക്കാൻ നോക്കുക. അത് രണ്ടും കൊടുത്തു കഴിഞ്ഞു. ഇനി ആജ് കാ ദിൻ മേം കൈസേ ഭൂലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഏക്ദം ഖരാബ് ദിൻ, ഇന്നൊരു ചീത്ത ദിവസമായിരുന്നു. സുരേന്ദർ മാഡ് സാബ് കാ പീരിയഡ്, സുരേന്ദർ മാസ്റ്റർ ജിയുടെ പീരിയഡ്. ആജ് മേരി കാപ്പി ജാഞ്ച് താ, ഇന്ന് എൻ്റെ നോട്ട് പരിശോധിച്ചു. ഉസ്മേ ഗലത്തി നഹി താ, അതിൽ തെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ലേക്കിൻ മാസ്റ്റർ ജി മേരി ബാലോമേ പഞ്ചാ ഫംസായ, പക്ഷേ മാസ്റ്റർ ജി എൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചു. മേം സോച്ചാ ഭി നഹി താ, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. മാസ്റ്റർ ജി സാഹിൽ കെ സാമനെ മുझे മാരാ, മാസ്റ്റർ ജി സാഹിലിന് മുമ്പിൽ വെച്ചാണ് എന്നെ അടിച്ചത്. മേരാ മൻ ഖരാബ് ഹോ ഗയ, എൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചു. കിത്തന ബുരി ആദത്ത് വാല ഹെ ഉനെ, എന്തൊരു ചീത്ത സ്വഭാവമുള്ള ആളാണ് അദ്ദേഹം. ഉനെ മേരി കിതാബ് ബി ഫേങ്ക, അദ്ദേഹം എൻ്റെ പുസ്തകവും വലിച്ചെറിഞ്ഞു. മേ കാമ്പ് ഗയ, ഞാൻ വിറച്ചുപോയി. മേനെ ക്യാ ലിഖാ താ ഉനെ ഗലത്തി ദാഹി നഹി, ഞാൻ എന്താണോ എഴുതിയിരുന്നത് അതിൽ തെറ്റുണ്ടായിരുന്നില്ല. ഫിർ ക്യോം, പിന്നെ എന്തിന്. മുझे അബി ഭി സമജ് നഹി പാത്ത, എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സബി സാഹിൽ കെ സാമനെ, എല്ലാം സാഹിലിന് മുമ്പിൽ വെച്ച്. മേം കൈസെ ഉസ്കെ മുഹ് കി ഓർ ദേഖൂം, ഞാൻ എങ്ങനെ ഇനി അവന്റെ മുഖത്ത് നോക്കും. സാഹിൽ കെ സാമനെ മേം അച്ചി തി, സാഹിലിന് മുമ്പിൽ ഞാൻ നല്ല കുട്ടിയായിരുന്നു. അബ് ഇനി ഗണിത് ജൈസെ വിഷയ കാ അധ്യാപക അച്ഛാ ആദത്ത് വാല ഹോന സരൂരി ഹെ, ഗണിതം പോലെയുള്ള വിഷയത്തിന്റെ അധ്യാപകർ നല്ല സ്വഭാവമുള്ളവരായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആജ് ഇത്തനാ ഹി, ഇന്ന് ഇത്ര മാത്രം. നീന്ത് ആ രഹാ ഹെ, ഉറക്കം വരുന്നു. കൽ ഏക് അച്ഛാ ദിൻ കി ഉമ്മീദ് മേ, നാളെ ഒരു നല്ല ദിവസമായിരിക്കും എന്ന വിശ്വാസത്തോടെ. ശുഭരാത്. അങ്ങനെ നമ്മൾ ഈ ഡയറി ഇവിടെ എഴുതി അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഇതൊന്ന് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതന്നെ വായിച്ച് പഠിക്കുക. അതല്ല നിങ്ങൾക്ക് സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നവരാണെങ്കിൽ സ്വയം സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് 1-2 പ്രാവശ്യം ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് നിങ്ങൾ ഡയറി എഴുതി നോക്കുക. ഒരേ ക്വസ്റ്റ്യനെ തന്നെ അതിൽ നിന്ന് ഡയറിയും വാർത്താലാപം പടുക്കഥയൊക്കെ ഉണ്ടാക്കി പഠിക്കുക. അതായത് ഒരു സന്ദർഭം, ആ ഒരു സന്ദർഭത്തിൽ നിന്ന് നിങ്ങൾ ഡയറി ഉണ്ടാക്കുക, വാർത്താലാപം ഉണ്ടാക്കുക, പടുക്കഥ ഉണ്ടാക്കുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതിന് ആൻസർ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.